നമസ്കാരം. കൊടുംചൂട് ഒന്ന് കുറഞ്ഞു തുടങ്ങി, വേനൽ മഴയും മറ്റും ലഭിച്ചു തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് അന്തരീക്ഷത്തിൽ ചൂട് കുറഞ്ഞതിൻ്റെ ആശ്വാസത്തിലാണ് നമ്മളെല്ലാവരും, അല്ലേ? ഇനിയിപ്പോൾ ചില മാസങ്ങളിലേക്ക് മഴക്കാലമായിരിക്കും. മഴക്കാലം എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, പകർച്ചവ്യാധികളും ഈ കൂട്ടത്തിൽ വരികയാണ്. പനി, മറ്റു ചില രോഗങ്ങൾ, ഇവയൊക്കെ വല്ലാതെ ബാധിക്കപ്പെടാനിടയുള്ള ഒരു പ്രത്യേക സമയമാണ് ഈ മഴക്കാലം. ഞാൻ പറഞ്ഞു വരുന്നത്, മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ചങ്ങനാശ്ശേരി നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയുള്ള ഡോക്ടേഴ്സ് ടവറിൽ പ്രവർത്തിക്കുന്ന സമരിറ്റൻ മെഡിക്കൽ സെൻ്ററിലെ ഫിസിഷ്യൻ ഡോക്ടർ രേഷ്മ എം.ആർ. ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. മഴക്കാലത്ത് നമ്മൾ സ്വീകരിക്കേണ്ട, പകർച്ചവ്യാധികളിൽ നിന്ന് രക്ഷപ്പെടാനായി സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ, പ്രായമുള്ളവർക്കും കുട്ടികൾക്കും വേണ്ടി നമ്മൾ കരുതേണ്ട വിധങ്ങൾ, ഒരു പനി വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, അബദ്ധങ്ങൾ പലതും നമ്മൾ കാണിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന ധാരണയിൽ. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ, ഒരു മഴക്കാലം എങ്ങനെ കടന്നു പോകാം ആരോഗ്യപരമായി, സുരക്ഷിതമായി എന്നതിനെക്കുറിച്ച് സമരിറ്റൻ മെഡിക്കൽ സെൻ്ററിലെ ഡോക്ടർ രേഷ്മ എം.ആർ. നമ്മോടൊപ്പമുണ്ട്. നമുക്ക് ഡോക്ടറിൽ നിന്നും കേൾക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ രേഷ്മ, MD ജനറൽ മെഡിസിൻ, ചങ്ങനാശ്ശേരി സമരിറ്റൻ മെഡിക്കൽ സെൻ്ററിൽ ജനറൽ ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മളിന്ന് പ്രധാനമായി സംസാരിക്കാൻ പോകുന്നത് മഴക്കാലത്ത് സാധാരണ കണ്ടുവരുന്ന അസുഖങ്ങളും അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നും, വന്നു കഴിഞ്ഞാൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളും, പിന്നെ ആശുപത്രിയിൽ എപ്പോഴൊക്കെയാണ് കാണിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മഴക്കാലത്ത് നമ്മൾ സാധാരണ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന അസുഖങ്ങൾ, ഈ മഴക്കാലം വരുമ്പോൾ നമുക്ക് റോഡ് സൈഡിലാണെങ്കിലും വീടിൻ്റെ പുറമേ ആണെങ്കിലും ചെളിവെള്ളം കെട്ടും. അപ്പോൾ വെള്ളത്തിൽ നിന്ന് വരുന്ന കുറേ അസുഖങ്ങളുണ്ട്. അതിനൊരു ഉദാഹരണമാണ് എലിപ്പനി. പിന്നെ അല്ല, വയറിളക്കം ഉണ്ടാക്കുന്ന അസുഖങ്ങൾ, അതായത് ടൈഫോയിഡ്, കോളറ, അതുപോലത്തെ അസുഖങ്ങൾ. ഇതല്ലാതെ കൊതുക് കാരണം വരുന്ന അസുഖങ്ങൾ, അതിലേറ്റവും പ്രധാനമായിട്ടുള്ളൊരു അസുഖമാണ് ഡെങ്കുപ്പനി. ഡെങ്കുപ്പനി അല്ലാതെ വളരെ അപൂർവമായി മലേറിയയും നമ്മുടെ ഇവിടെയൊക്കെ ചിലർക്ക് ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഉണ്ടാകുന്നത് വൈറൽ പനികളാണ്. വൈറൽ പനികൾ സാധാരണ ജലദോഷം, തൊണ്ടവേദനയിൽ തുടങ്ങി ന്യൂമോണിയ വരെ എത്തിക്കാം. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്ന അസുഖങ്ങൾ മഴക്കാലത്ത്. ആദ്യം ഇങ്ങനെ പനി ഉണ്ടാകുമ്പോഴേക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, സാധാരണ പനിയാണ്, ചെറിയൊരു ടെമ്പറേച്ചർ, നമ്മളൊരു പാരസെറ്റമോൾ കഴിക്കുമ്പോൾ തന്നെ അത് ശരിയാവുന്നു, അങ്ങനത്തെ രീതിയിലുള്ള പനിയാണെങ്കിൽ 2 ദിവസം വരെ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ അത് കറക്റ്റായിട്ട് നോക്കാം. അതായത് ഫുഡിൻ്റെ കാര്യത്തിൽ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. പറ്റുന്ന രീതിയിലുള്ള ഈ ഒരു സമയം, ഏതൊരു പനി വരുമ്പോഴും പൊതുവെ വിശപ്പില്ലായ്മ ഒരു കൂടെ ഉണ്ടാകുന്ന ഒരു സിംറ്റമാണ്. അപ്പോൾ ചെറിയൊരു വിശപ്പേ ഉണ്ടാവുള്ളൂ. ഉള്ള വിശപ്പിനനുസരിച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ചൂടായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. 2 മുതൽ 3 ലിറ്റർ വെള്ളം വരെ നമുക്ക് ഒരു ദിവസം 24 മണിക്കൂറിൽ കുടിക്കാം. പക്ഷേ ഈ മരുന്ന് കഴിച്ചിട്ട് മാറാത്ത പനിയാണ്, അതിയായ ക്ഷീണം, അതിയായ ശരീരവേദന, അതായത് കട്ടിൽ നിന്നും പൊങ്ങാൻ പോലും പറ്റാത്ത അത്രയുള്ളൊരു ശരീരവേദനയുണ്ട്, കാലിൽ നീര് വെക്കുന്നുണ്ട്, മുഖത്തിന് ചുറ്റും നീരുണ്ട്, മൂത്രത്തിൻ്റെ അളവ് കുറയുന്നുണ്ട്, വിട്ടുമാറാത്ത ഛർദിൽ, തലചുറ്റ്, ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസമാണെങ്കിലും രണ്ടാമത്തെ ദിവസമാണെങ്കിലും എപ്പോഴാണെങ്കിലും ഉടനെ തന്നെ ആശുപത്രിയിൽ ഡോക്ടറെ കാണിക്കണം. അപ്പോൾ ഡെങ്കുപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ, ഒന്ന് പനി ഉണ്ടാവും. ഈ പനിയോടൊപ്പം തന്നെ അതിയായ ശരീരവേദന ഉണ്ടാവും. അതായത് ഇതിനെ ബ്രേക്ക് ബോൺ ഫീവർ എന്നാണ് വിളിക്കുന്നത്. അതായത് എല്ല് പൊട്ടുന്ന വേദന എന്നാണ് പറയുന്നത്. അത്രയും ബോഡി പെയിൻ ആയിരിക്കും. ബെഡിൽ നിന്നും പൊങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വേദനയായിരിക്കും. വിശപ്പില്ലായ്മ എന്നല്ല, ഒട്ടും ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. അതായത് ഒരു വാ വെള്ളം കുടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരിക്കും. പിന്നെ രക്തസ്രാവം ഉണ്ടാവാം, ബ്ലീഡിങ്. അതായത് നമുക്ക് ചിലപ്പോൾ പല്ല് തേക്കുമ്പോൾ മോണയിൽ നിന്ന് ചെറിയ രക്തം ഉണ്ടാവാം, മൂക്കിൽ നിന്ന് രക്തം വരാം, മലത്തിൽ കൂടെ രക്തം പോകാം. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം സ്കിന്നിൻ്റെ അടിയിൽ ചുമന്ന പാടുകളായിട്ട്, സ്കിൻ റാഷസ് ആയിട്ടും വരാം. ഇതൊക്കെയാണ് ഡെങ്കുവിനകത്ത് പ്രധാനമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇനി എലിപ്പനി നോക്കുകയാണെങ്കിൽ, എലിപ്പനി ഇതിലും ഗുരുതരമായിട്ടൊരു അസുഖമാണ്. കാരണം ഇത് പ്രധാനമായി ബാധിക്കുന്നത് കരളിനെയും കിഡ്നിനെയുമാണ്. അപ്പോൾ കരളിനെ ബാധിക്കുമ്പോൾ മഞ്ഞ ഉണ്ടാവാം, കിഡ്നിനെ ബാധിക്കുമ്പോൾ മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞിട്ട് ശരീരം മൊത്തം നീരുണ്ടാക്കാം. അപ്പം പലപ്പോഴും നമുക്ക് എലിപ്പനി സിവിയറായിട്ട് വരുന്ന പേഷ്യൻസിന് ഡയാലിസിസ് ഒക്കെ എടുക്കേണ്ടി വരാറുണ്ട്. മാത്രമല്ല ഇത് ഹൃദയത്തിനെയും ഡയറക്റ്റ് ബാധിക്കും. അതുകൊണ്ട് വളരെ ക്രിട്ടിക്കലായിട്ട് ഈ എലിപ്പനി വരുന്ന പേഷ്യൻസ് ആവുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇത് നേരത്തെ ഈ പറഞ്ഞ പോലെ ഈ വാർണിംഗ് സൈൻസ് ഒക്കെ ആദ്യമേ കണ്ടു തുടങ്ങുമ്പോൾ ആശുപത്രിയിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ എലിപ്പനിയൊക്കെ ആണെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് കൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന അസുഖമാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് വരുന്നത് കുറവായിരിക്കും. പക്ഷെ ഒരു 4-5 ദിവസം കഴിഞ്ഞ് പനിയൊക്കെ വന്ന് വെച്ചുകൊണ്ടിരുന്ന, മഞ്ഞയൊക്കെ കണ്ട് മൂത്രമൊക്കെ കുറഞ്ഞതെല്ലാം കഴിഞ്ഞിട്ടാണ് ആശുപത്രിയിൽ വരുന്നതെങ്കിൽ ചികിത്സിക്കാനും അതുപോലെ ബുദ്ധിമുട്ടായിരിക്കും. ഈ എലിപ്പനിയെ കുറിച്ച് പ്രത്യേകം പറയാനാണെങ്കിൽ, ഈ ഏറ്റവും കൂടുതൽ അത് വരുന്നത് സാനിറ്ററി വർക്കേഴ്സും തൊഴിലുറപ്പ് ജോലി ചെയ്യുന്നവരും കൃഷിപ്പണി ചെയ്യുന്നവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ വരുന്നത്. കാരണം ഇവർ ഈ പലപ്പോഴും ഈ പാടത്തൊക്കെ നിന്ന് പണി ചെയ്യുമ്പോഴും പലരുടെയും കല്ല് ചെരുപ്പ് പോലും ഇടാതെയാണ് അവർ ഈ പണി ചെയ്യുന്നത്. അപ്പോൾ ഇത് എലിപ്പനി നമുക്ക് കിട്ടുന്നത് പല ചെറിയ ചെറിയ മൃഗങ്ങളുടെ മൂത്രത്തിൽ കൂടെയാണ്. അപ്പം നമുക്ക് അത് പ്രിവെൻറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമുക്ക് ഈ മുട്ടിൻ്റെ അതുവരെയുള്ളൊരു പ്ലാസ്റ്റിക് എന്തെങ്കിലും ഒരു ബൂട്ട്സ് പോലത്തെ ചെരുപ്പ് ധരിക്കുക. അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറാണെങ്കിലും കാലിന് ചുറ്റും കെട്ടിയിട്ട് വേണം ഇതുപോലത്തെ അഴുക്ക് വെള്ളത്തിലൊക്കെ നിൽക്കാൻ.
മഴക്കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏജ് ഗ്രൂപ്പാണ് കുട്ടികളും പിന്നെ മുതിർന്നവരും. ഇതിന് കാരണം പൊതുവേ എക്സ്ട്രീംസ് ഓഫ് ഏജ്, അതായത് ഈ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അവർക്ക് പ്രതിരോധ ശക്തി കുറവായിരിക്കും. അത് ആദ്യത്തെ കാര്യം. പിന്നെ കുട്ടികളെ നമ്മൾ പ്രത്യേകം എന്തുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറയുമ്പം നമ്മൾ മുതിർന്നവരാണെങ്കിൽ പിന്നെയും ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഇപ്പം നമുക്കൊരു ജലദോഷം ഉണ്ടെങ്കിൽ നമ്മൾ തുമ്മുമ്പം കൈ മറിച്ചോ അല്ലെങ്കിൽ മുഖം മറിച്ച് ഒരു കർച്ചീഫ് യൂസ് ചെയ്തൊക്കെ ആയിരിക്കും നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്നത്, മിക്ക ആൾക്കാരെങ്കിലും. പക്ഷേ കുട്ടികൾക്ക് ആ ഒരു കാര്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഫുഡ് കഴിച്ച് മര്യാദയ്ക്ക് കൈ കഴുകുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികളുടെ ഇടയിൽ ഇച്ചിരി കുറവായിരിക്കും. അപ്പോൾ സ്കൂളിൽ പോകുന്ന ഒരു ടൈമും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ആ ക്ലാസ്സിലുള്ള ബാക്കിയുള്ള എല്ലാ കുട്ടികൾക്കും കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മുതിർന്നവരുടെ കാര്യം പറയാനാണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രതിരോധ ശക്തി വളരെ കുറവാണ്. ഒരു 30 വയസ്സുകാരന് വരുന്ന ഒരു ഇൻഫെക്ഷൻ മാറാൻ 5 ദിവസമാണ് എടുക്കണമെങ്കിൽ 60 വയസ്സുള്ള ഒരാൾക്ക് ആ സെയിം ഇൻഫെക്ഷൻ വരുമ്പോൾ ചിലപ്പോൾ മാറാൻ എടുക്കുന്നത് 10 ദിവസം മുതൽ 20 ദിവസമായിരിക്കും. പിന്നെ മാത്രമല്ല വരുന്ന ഇൻഫെക്ഷൻ്റെ സിവിയാരിറ്റിയും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ പ്രത്യേകിച്ച് അസുഖം വരാതിരിക്കാൻ മാക്സിമം നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ പൊതുവേ നമ്മൾ മഴക്കാലത്ത് നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കോമൺലി നമ്മൾ കാണുന്നത് ഒന്ന് ചെളിവെള്ളം കാരണം വരുന്ന അസുഖങ്ങൾ, വയറിളക്കം, പിന്നെ എലിപ്പനി പോലത്തെ അസുഖങ്ങൾ, പിന്നെ കൊതുക് കാരണം വരുന്ന ഡെങ്കു പോലത്തെ അസുഖങ്ങൾ, പിന്നെ സാധാരണ ഉണ്ടാകുന്ന വൈറൽ പനികൾ. പൊതുവെ ഒരു തണുത്ത അന്തരീക്ഷമായിരിക്കുമല്ലോ ഈ മഴ വരുന്ന സമയത്ത്. അപ്പോൾ ഇതൊക്കെ തടയാനായിട്ട് നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത്. നമ്മുടെ വീടിന് പുറത്ത് എപ്പോഴും ചെറിയ കണ്ടെയ്നർ, പഴയ ടയർ, ചിരട്ടകൾ, പ്ലാസ്റ്റിക് ബോക്സ് ഇതൊക്കെ കാണും. അപ്പോൾ ഇതിനകത്തൊക്കെ വെള്ളം കെട്ടും മഴ സമയത്ത്. ഇതുപോലത്തെ ചെറിയ ചെറിയ കണ്ടെയ്നറിൽ ഉണ്ടാകുന്ന ഫ്രഷ് വാട്ടറിലാണ് ഡെങ്കുപ്പനി പകർത്തുന്ന കൊതുകിടുന്ന മുട്ട. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഡെങ്കുപ്പനി കൂടാനുള്ള കാരണം. അപ്പം നമ്മുടെ വീടിന് ചുറ്റിനും അങ്ങനത്തെയുള്ള ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സും ടയറും എന്തെങ്കിലും, അതായത് വെള്ളം കെട്ടുന്ന രീതിയിലുള്ള എന്ത് സാധനം ഉണ്ടെങ്കിലും അതൊക്കെ അത് ആദ്യമേ ക്ലിയർ ചെയ്യാന്നുള്ളത് ഒരു കാര്യം. പിന്നെ നമുക്ക് ബാക്കി നമ്മളിപ്പോൾ ഒരു പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് വരികയാണ്, നമ്മൾ ഈ മഴക്കാലമാണെങ്കിലും സ്കൂളിലാണെങ്കിലും കോളേജോ ഓഫീസ് എല്ലാവരും ഇങ്ങനെ പുറത്ത് പോവാണ്. അപ്പോൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ കൈയും കാലും സോപ്പും വെള്ളവും വെച്ച് കഴുകുക എന്നുള്ളതാണ്. അത് കാരണം തന്നെ ഒരുപാട് അസുഖം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, വയറിളക്കം പോലത്തെ അസുഖങ്ങൾ. പിന്നെ ഫുഡ് കഴിവതും പുറത്തുനിന്ന് കഴിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്ത് ഭക്ഷണം ചീത്താവാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ആണെങ്കിലും ഫ്രഷ് ആയിട്ടുള്ള ഹോട്ട് ഫുഡ് കഴിക്കുക, അതായത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കാൻ നോക്കുക. ആദ്യം പറഞ്ഞ പോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ കൊതുകിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ രാത്രി കിടക്കുമ്പോഴാണെങ്കിലും ബോഡി മൊത്തം കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലോത്ത്സ് ധരിക്കുക. കൈയും കാലും മൊത്തത്തിലും കവർ ചെയ്യുന്നുള്ള രീതിയിലുള്ള ക്ലോത്ത്സ് ധരിക്കുക. ഇതല്ലാണ്ട് നമുക്ക് കൊതുക് തിരികൾ, പിന്നെ അല്ലാതെ മസ്കിറ്റോ ക്രീംസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് ഈ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് മഴക്കാലത്ത് നിന്നല്ല ഇൻ ജനറൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത്, ഒന്ന് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. പൊതുവേ തന്നെ നമ്മുടെ കേരളത്തിലെ ഡയറ്റ് ആണെങ്കിലും ഇന്ത്യൻ ഡയറ്റ് ആണെങ്കിലും അത് കൂടുതലും കാർബോഹൈഡ്രേറ്റ്സ് നിറഞ്ഞതാണ്. അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ ഡയറ്റിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇതല്ലാതെ പ്രോട്ടീനും ഫൈബറും അടങ്ങിയ ഫുഡുകൾ എല്ലാ മീലിലും നമ്മൾ രാവിലെ ഇപ്പോൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ തന്നെ രാവിലെ, ഉച്ച, രാത്രി ഓരോ നേരം നമ്മൾ കഴിക്കുമ്പോഴും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ അതല്ലാതെ ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും അത് ഓരോ രീതിയായിരിക്കും. ചിലർക്കൊരു ചെറിയൊരു സ്പോർട്സ് ആയിരിക്കും, ചിലർ ചെയ്യുന്ന പണി തന്നെ വളരെ ഫിസിക്കലി ആക്റ്റീവായിട്ടുള്ളൊരു പണിയായിരിക്കാം. അതല്ലാന്നുണ്ട് ഓഫീസ് വർക്കാണ്, അതായത് 9 to 5 ഡെസ്ക് ജോബ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെറിയ എക്സസൈസ് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാം, അതോ ജിമ്മിൽ പോയി ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും സൗകര്യം അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പൊതുവേ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി മൊത്തത്തിൽ കൂടും. ഇപ്പോൾ പനി വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു 2 ദിവസം ചെറിയ ടെമ്പറേച്ചറേ ഉള്ളൂ, മരുന്ന് കഴിക്കുമ്പോൾ മാറുന്നു. ഈ പറഞ്ഞ അതിയായ ക്ഷീണം, ശരീരവേദന ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നോക്കാം. പനി വന്ന ഉടനെ ആശുപത്രിയിൽ വന്ന് കാണിക്കണം എന്നില്ല. പക്ഷേ ഈ പറഞ്ഞ വാർണിംഗ് സൈൻസ് ഉള്ളപ്പോൾ പോലും പലരും വീട്ടിൽ നിന്ന് സ്വന്തം ചികിത്സ എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചെറിയൊരു വയറിളക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പോകുന്നത് ഫാർമസിയിലോട്ടായിരിക്കും. ഫാർമസിയിൽ പോയിട്ട് ഇതുപോലെ വയറിളകുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് എന്താണെന്നുള്ളത് അറിയില്ലല്ലോ. അതിൻ്റെ കൂടെ വേറെ എന്തൊക്കെയാണ് സിംറ്റം ഉള്ളത്, എന്തൊക്കെ നോക്കണം എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഈ വയറിളക്കത്തിനുള്ള മാത്രം ഗുളികയായിരിക്കും അവർ തരുന്നത്. അപ്പം അങ്ങനത്തെ സ്വന്തം ചികിത്സ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം നമ്മൾ ഈ പറഞ്ഞ മൊത്തത്തിൽ നമ്മൾ കൺസോളിഡേറ്റ് ചെയ്ത് പറയാനാണെങ്കിൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതായത് ഈ പറഞ്ഞ അസുഖങ്ങളൊന്നും കിട്ടാതെ നോക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ മഴക്കാലം നമുക്ക് എല്ലാവർക്കും ആരോഗ്യകരമായ ഒരു കാലമായിട്ടും സുരക്ഷിതമായിട്ടും ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി.